അടുത്തൊരു കൂട്ടരാണ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്സിന്റെ ടീമുകൾ. ഇതിന്റെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അതൊരു കല്ലായിരുന്നു, വല്ല പുഴയിലോ കുളത്തിലോ കിടക്കുന്ന കല്ലെടുത്ത് കെട്ടിവെച്ചതായിരിക്കും. ഇതേപോലെ നല്ല വില കൂടിയ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്സ് മാർക്കറ്റ് ചെയ്യും. ഇതിവിടെ കയ്യിൽ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, നിങ്ങളുടെ പെയിൻ എല്ലാം പോകുന്നൊക്കെ പറയും. ഇവിടെ സംഭവിക്കുന്നതും ഇതിൻ്റെ സ്റ്റോറിയിൽ ആ ചേച്ചിക്ക് ഒരു ഹീലിംഗ് സംഭവിച്ചല്ലോ, പ്ലസീബോ എഫക്റ്റ് കാരണം. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടുതലായിരിക്കും. ഈ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും പൈസ കൂടിയ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് കിട്ടുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവണ്ടേ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. അപ്പോൾ അവിടെ പ്രതീക്ഷ വരും. ആ പ്രതീക്ഷ വരുന്ന സമയത്ത് ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ എൻഡോർഫിൻ റിലീസ് ചെയ്യും. എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ പെയിനുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തലവേദന, എന്തെങ്കിലും മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീലാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അറ്റൻഷൻ ഷിഫ്റ്റും വർക്കാവും. അത് കിട്ടിയതിന് ശേഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക റിസൾട്ടിലേക്കായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും പെയിൻ എപ്പോഴും വർക്കാവും ഒരു ബെൽ കർവ് പോലെയാണ്. നമുക്ക് ശരീരത്തിലൊരു പെയിൻ വന്നു, അതിങ്ങനെ ഇൻക്രീസ് ആയി വന്നു. നമ്മൾക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോകുള്ളൂ. പെയിൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പീക്കിൽ പോയിട്ട് പതുക്കെ അങ്ങോട്ട് തിരിച്ചു വരും. നമ്മളതിന് സമയം കൊടുത്താൽ, നമ്മുടെ ശരീരത്തിന് ഇനഫ് റെസ്റ്റ് കൊടുത്താൽ ആ പെയിൻ നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ പോയിന്റിൽ നമ്മൾ മെഡിസിൻ എന്തെങ്കിലും എടുത്തു, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്യൂഡോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ ബോഡി നാച്ചുറലി ഇറ്റ് വിൽ കം ടു ഇറ്റ്സ് ഹീലിംഗ്. ബോഡിക്ക് ബോഡിയുടേതായിട്ടുള്ളൊരു ഹീലിംഗ് ഉണ്ട്. പക്ഷേ ക്രെഡിറ്റ് പോവുക ആർക്കാ? ഈ സ്യൂഡോ സയൻസ് ടീംസിന്.